നമസ്കാരം, JB ജംഗ്ഷനിലേക്ക് സ്വാഗതം. വളർന്നു വരുന്ന അമൃത, അഭിരാമി, സുരേഷ് സംഗീത സഹോദരിമാരുമായിട്ടുള്ള സംഭാഷണമായിരുന്നു കഴിഞ്ഞ ദിവസം JB ജംഗ്ഷനിൽ. അവരുടെ സംഗീത സബരിയിലൂടെയുള്ള പ്രയാണം ഈ എപ്പിസോഡിലും തുടരുകയാണ്. അമൃത അങ്ങനെ സംഗീതത്തിൻ്റെ വഴിയിലൂടെ വളരെ ഗൗരവപൂർവ്വം മുമ്പോട്ട് പോയി. അമൃതയുടെ കാര്യം പറഞ്ഞു, അഭിരാമിയുടെ കാര്യമല്ല പറഞ്ഞു. അഭിരാമി വിചാരിച്ചു അഭിരാമിയെ കുറിച്ച് ഞാൻ വളരെ പൊക്കി പറയാമെന്ന് വിചാരിച്ചിട്ട് വളരെ ഗൗരവത്തിൽ ഷോൾഡറൊക്കെ ഇങ്ങനെ പൊക്കി കുറച്ചത് ഗ്രഹത്തേത്. അങ്ങനെ അമൃതയുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട നാഴികക്കല്ല് എനിക്ക് തോന്നുന്നു. അമൃതയെ ശരിക്ക് ഓവർഹോൾ ചെയ്ത് ഈ രൂപത്തിലാക്കിയതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് അല്ലേ? എനിക്കും ഐഡിയ സ്റ്റാർ സിംഗർ തന്നെയായിരുന്നു. അതെ, ഇവളും ആക്ച്വലി ഇവൾക്കും ലൈഫ് കിട്ടിയത് ഐഡിയ സ്റ്റാർ സിംഗർ ആണ്. കാരണം എന്റെ ഫസ്റ്റ് എപ്പിസോഡിൽ ഇവള് ശരത് ചെയ്തു. അത് കണ്ടിട്ടാണ് ഇവളെ കുട്ടിച്ചാത്തൻ എന്ന് പറഞ്ഞ കുട്ടികളുടെ സീരിയലിലേക്ക് ലീഡ് റോളില് വിളിച്ചത്. അങ്ങനെയാണ് ഇവളുടെയും എൻട്രി അല്ലേ, കൈൻഡ് ഓഫ്. അമൃതയുടെ പുറയിലൂടെയാണ് ഇവള് കയറിയതിനകത്തേക്ക് അല്ലേ? ശരിയല്ലേ? എങ്ങനെയാണ് രഞ്ജനെ ഇമിറ്റേറ്റ് ചെയ്തു, പിന്നെ ശരത് സാറിനെ ഇമിറ്റേറ്റ് ചെയ്തു. ശരത് സാർ ആക്ച്വലി എപ്പോഴും പറയും എന്നെ മിമിക്രിക്കാർക്ക് ഇട്ടുകൊടുത്തത് ചേച്ചിനെയും ആദ്യമായിട്ട് ചെയ്യുന്ന ഞാനാണ്. അഭിരാമിയുടെ മറ്റൊരു കഴിവ് കാണാൻ പോവാണ്. ഞാൻ ഭാവന എന്താ പറയാ, ഇപ്പൊ ഇവിടെ വന്നിട്ട് ബ്രിട്ടാസേട്ടനെ കണ്ടപ്പോ ആദ്യമൊക്കെ നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. പിന്നെയാണ് മനസ്സിലായത് ഞങ്ങളെ പോലെയൊക്കെ തന്നെയാണ് ചേട്ടൻ, നല്ല പാവാണ്, ഇങ്ങനെ ചിരിച്ചിട്ട് ഇരിക്കുക, താടി മീശയൊക്കെ ഉണ്ടെന്നേ ഉള്ളൂ. പക്ഷെ നല്ലൊരു മനുഷ്യനാണ്. ഇതുവരെ എന്നെ ഒന്നും പറഞ്ഞിട്ടില്ലാത്തോണ്ട് എനിക്ക് ഇപ്പം വരെ ഭയങ്കര ഇഷ്ടമായിട്ടിരിക്കാണ്. അപ്പോൾ കൂടുതൽ ഞാൻ പറഞ്ഞ് ചളാക്കുന്നില്ല. അമൃത ഐഡിയ സ്റ്റാർ സിംഗർ, എനിക്ക് തോന്നുന്നു അമൃതയ്ക്ക് കോൺഫിഡൻസ് കൊടുത്ത ഒരു അധ്യായതാണ്. പക്ഷെ അതുണ്ടായിരുന്നില്ലെങ്കിൽ വേണമെങ്കിൽ അങ്ങനെ ഒരു മ്യൂസിക്കിന് അങ്ങനെ ഒരു സീരിയസ് ആയിട്ട് ഒന്നും ഉണ്ടാവില്ല. ഒരുപാട് ആൾക്കാരുമായിട്ട് ഇന്ററാക്ട് ചെയ്യാനും പരിചയപ്പെടാനും ബന്ധപ്പെടാനും സംഗീതത്തിന്റെ വിവിധ തലങ്ങളിലേക്ക് പോകാനും ഒക്കെ ശരിയാണ്. ആള് മാറിപ്പോയല്ലേ അവിടെ എത്തിക്കഴിച്ചു? ഇല്ല, എനിക്ക് തോന്നുന്നു ഐഡിയ സ്റ്റാർ സിംഗറിന് മുന്നേ ഈ പറഞ്ഞ പോലെ നാദൃഷിക്കയുടെ ഷോയ്ക്കൊക്കെ പോകുമ്പോൾ എന്നെ നാദൃഷിക്കയുടെ ഷോയിലേക്ക് കൊണ്ടുപോയത് അളിയം ബിജു എന്ന് പറഞ്ഞിട്ട് ഒരു വ്യക്തിയാണ്. അത് എനിക്ക് തോന്നുന്നു എല്ലാ മ്യൂസീഷ്യൻസിനും അറിയാം അദ്ദേഹത്തിന്. അപ്പോൾ ബിജുചേട്ടനാണ് എന്നെ നാദൃഷിക്കയുടെ ഷോയിലേക്ക് കൊണ്ടുപോയത്. അവിടെ ചെന്നപ്പം ഞാനൊരു കുട്ടി സിംഗർ എന്നുള്ള രീതിയിലാണ് ഇക്ക എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യാറ്. അപ്പൊ അടിപൊളി പാട്ട് പാടിയാണ്. എനിക്ക് തോന്നുന്നു 8th 9th അങ്ങനെയൊക്കെയാണ്. അപ്പം എനിക്ക് അടിപൊളി പാട്ട് പാടാൻ തന്നാലും മെലഡി പാടാൻ തന്നാലും ഇതേപോലെ ഒരു വട്ടത്തിന്റെ നടുക്കുന്ന് ഞാൻ അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ലാത്തൊരു എന്നെ അങ്ങനെയൊക്കെ വിളിക്കാറുണ്ടായിരുന്നു. കാരണം ആ ഒരു കോൺഫിഡൻസ് ഇല്ലായ്മ നമുക്ക് ഉണ്ടാവുമല്ലോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഐഡിയ സ്റ്റാർ സിംഗറിലേക്ക് എന്നെ പ്രദീപേട്ടൻ ഉണ്ടായിരുന്നു ആ സമയത്ത് പാടാനൊക്കെയുടെ ഷോസിന്. അപ്പൊ പ്രദീപേട്ടനാണ് എന്നെ നിർബന്ധിച്ച് ഐഡിയ സ്റ്റാർ സിംഗറിലോട്ട് വിട്ടത്. അവിടെ നിന്ന് കിട്ടിയ ഒരു ഇതാണ്. അവിടെ പിന്നെ നമുക്ക് മാർക്ക് വേണമെങ്കിൽ മുമ്പോട്ട് പോകണമെങ്കിൽ ഈ വട്ടത്തിൽ നിന്ന് പുറത്തേക്ക് കയറുന്നേ പറ്റുള്ളൂ. അങ്ങനെ കിട്ടിയ ഒരു എക്സ്പീരിയൻസ്. ഞാൻ ഈ സമയത്ത് വരേണ്ടതുണ്ട്, അദ്ദേഹത്തിനെ വരട്ടെ. തകരയിലെ മൗനമേ എന്ന രാധാകൃഷ്ണൻ ചേട്ടൻ്റെ പാട്ട് പാടിക്കൊണ്ട് വന്ന് എനിക്ക് ഇതിലേതാണ് ഒരുപക്ഷെ ജാനകിയമ്മ കേട്ടിരുന്നെങ്കിൽ ഇതും എൻ്റെ മോളാണെന്ന് പറയുന്ന തരത്തിലൊരു പെർഫോമൻസാണ് കാഴ്ചവെച്ചത്. ആ ഒരു പെർഫോമൻസിന് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അമൃതയ്ക്ക് അന്ന് കിട്ടിയത് 70 മാർക്ക് മറ്റോ ആണ്. 75 അല്ല 80-ൽ 75 ആണ് കിട്ടിയത്. ഏതാണ്ട് 90% മുകളിൽ മാർക്ക് കിട്ടി. പക്ഷെ അന്ന് വളരെ സ്ട്രൈക്കിംഗ് ആയിട്ട് ശരത്തും മറ്റ് ജഡ്ജസും പറഞ്ഞത് കോസ്റ്റ്യൂം മാത്രം ഒട്ടും ചേർന്നില്ല. കോസ്റ്റ്യൂമിന് എനിക്ക് തോന്നുന്നു 10-ലെങ്ങാണ്ട് 5 മാർക്കേ കിട്ടിയുള്ളൂ. അതൊരു വലിയ കുറവായിട്ട് വന്നപ്പോൾ അത് മനസ്സിൽ സ്ട്രൈക്ക് ചെയ്ത് അങ്ങനെ ഉണ്ടാവാൻ പാടില്ല എന്ന് ശരത്തിനെ വിളിച്ച് പറഞ്ഞതും ശരത്ത് പിന്നെ അത് അമൃതയോട് പറയുകയും അതുപോലെ തന്നെ മിൻസാരക്കനം എന്ന് പറയുന്ന ആ കാലത്ത് ഏറ്റവും വലിയ അത് കാജോൾ എന്ന് പറയുന്നത് ഏറ്റവും പ്രിയപ്പെട്ട നടിയാണ് എൻ്റെയും രാധികയുടെയും. അപ്പോൾ കാജൽ അതിനകത്ത് ഊ ലലല്ല എന്നുള്ള പാട്ട് പാടി പെർഫോം ചെയ്ത് മനസ്സിലങ്ങ് അതിൻ്റെ സംഗീതവും അതിൻ്റെ ദൃശ്യങ്ങളും ഒക്കെ അങ്ങ് പതിഞ്ഞു പോയതാണ്. അപ്പോൾ അത് ഡാൻസ് ചെയ്ത് പാടാനായിട്ട് അന്ന് അമൃത പെർഫോമൻസിനെ തിരഞ്ഞെടുത്തിരുന്നതും പ്രഭുദേവ രാജീവ് മേനൻ കൂട്ടുകെട്ടിൻ്റെ ഊ ലലല്ലയാണ്. അതിൽ അമൃത
കോസ്റ്റ്യൂമിന് മാർക്ക് ആ ഷോയിൽ നിന്ന് നേടുന്നതിന് മുമ്പ് തന്നെ എൻ്റെ വളരെ മോശപ്പെട്ട മാർക്ക് നേടിയിരുന്നു. അന്ന് ആ ഡ്രസ്സെല്ലാം വളരെ നന്നായിരുന്നു, പക്ഷേ ഉപയോഗിച്ചിരുന്ന ചെരുപ്പ് ഭയങ്കര സ്ട്രൈക്കിംഗ്ലി ബാഡ്. അപ്പോൾ അത് ഞാൻ ശരത്തിനെ വിളിച്ച് പറഞ്ഞു, എന്താണ് ഈ കുട്ടിക്ക് എപ്പോഴും ഇങ്ങനെ സംഭവിക്കുന്നതെന്ന് ചോദിക്കുന്നിടത്തുനിന്നാണ് അമൃതയുടെ കുടുംബവുമായിട്ടുള്ള അടുപ്പം തുടങ്ങുന്നത്. എൻ്റെ കുടുംബത്തിൻ്റെ അഭിരാമിയും അമൃതയുടെ അച്ഛൻ സുരേഷും അമ്മയുമൊക്കെ ഇവിടുത്തെ നിത്യ സന്ദർശകരാവുന്നതും തമ്പായിയമ്മ എന്ന മാതാ അമൃതാനന്ദമയി ദേവിയുടെ അമൃതയോടുള്ള അമിതമായ ഇഷ്ടം, ഇതൊക്കെ വളരെയധികം ആകർഷിച്ചിരുന്നു. അന്ന് തുടങ്ങി ഇന്നും എൻ്റെ വീട്ടിലെ ഒരു കുട്ടിയാണ് അമൃത. ഞങ്ങള് ഈ സ്റ്റാർ സിംഗറിൽ എന്താ പറയാ, സെക്കൻഡ് സ്റ്റേജിലായിരുന്നു ഞാൻ മൗനമേ പാടിയത്. അപ്പൊ സുരേഷിന്റെ മനസ്സിലുള്ള പാട്ട് ഏതായിരുന്നു? മൗനമേയും ഊലല്ല. അപ്പോൾ കോസ്റ്റ്യൂം കുഴപ്പം ഉണ്ടായിരുന്നില്ല എന്നുള്ളത് തന്നെ ഉള്ളൂ. കാരണം 75 മാർക്ക് മ്യൂസിക്കിനും 25 മാർക്ക് പ്രസന്റേഷൻ ആൻഡ് കോസ്റ്റ്യൂംസിനായിരുന്നു. അപ്പോൾ അങ്കിള് പറഞ്ഞ മാതിരി തന്നെ 75-ൽ 70 മാർക്ക് പാട്ടിന് കിട്ടിയായിരുന്നു. പക്ഷെ ബാക്കി 25-ൽ 5 മാർക്ക് എനിക്ക് കിട്ടിയുള്ളൂ. അന്ന് തന്നെ വെക്കാൻ പറ്റാത്ത പക്ഷെ അങ്കിൾ അത്രയൊക്കെ നോട്ടീസ് ചെയ്യുമെന്ന് എനിക്ക് സത്യം പറഞ്ഞ ഇത് ഇപ്പോഴും അങ്കിളെ മാർക്ക് അടക്കം ഓർമ്മയുണ്ട്. മാർക്കുണ്ട്, പാട്ട് ഓർമ്മയുണ്ട്, അതിന്റെ വരവ് ഓർമ്മയുണ്ട്, ആ ചെരുപ്പിന്റെ കളർ ഓർമ്മയുണ്ട്. ഒരു കാര്യം പറഞ്ഞോട്ടെ, പല കഴിവുള്ള പിള്ളേരും മത്സരത്തിന് പോകണമെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് ഉണ്ടെങ്കിലേ പറ്റുള്ളൂ. അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് വന്നിരിക്കുകയാണ്. ഞങ്ങളും ഒരു വെരി നോർമൽ ഫാമിലിയാണ്. സാധുക്കളായിട്ടുള്ള പിള്ളേർ കഴിവുള്ളവരുണ്ടെന്ന് അറിയാം. വരാൻ പറ്റാത്തൊരവസ്ഥയുണ്ട്. പ്രത്യേകിച്ച് കോമ്പറ്റീഷൻ, ഗ്ലാമറിന്റെയും ഗ്ലിറ്ററിന്റെയും ലോകത്ത് കുറെ സാമ്പത്തികം വേണം ഓരോ സ്റ്റേജിൽ കയറാൻ. എന്നാലും പക്ഷെ ഈ അമൃത ഇനി വലുതാകുമ്പോൾ ആ ഷോക്കേസിൽ അഭിരാമി ആ ചെരുപ്പ് എങ്ങനെയെങ്കിലും സൂക്ഷിച്ചു വെക്കണം. കാരണം വെച്ചാൽ ഇടയ്ക്ക് ഓർമ്മപ്പെടുത്താൻ വേണ്ടി ഈ ചെരുപ്പ് നീ ഇട്ടിരുന്നാ കേട്ടോ എന്നുള്ളത്. പക്ഷെ അങ്കിളും ആന്റിയും ഇല്ലായിരുന്നെങ്കിൽ എനിക്ക് മുമ്പോട്ട് പോവാൻ തന്നെ പറ്റില്ലായിരുന്നു ചേട്ടാ. കാരണം നമുക്ക് നമ്മുടെ ഒരു നോർമൽ ഫാമിലിക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്നതിനേക്കാളും ഒക്കെ മുകളിലാണ് അതിൽ നിന്ന് വരുന്ന ചെലവുകൾ ഉണ്ടായിരുന്നു. കാരണം ഈ പറഞ്ഞ പോലെ ഒരു നോർമൽ ഡ്രസ് ഇട്ട് വന്നു കഴിഞ്ഞാൽ അവിടെ മാർക്ക് കുറയാണ്. അപ്പം ശരിക്കും പറഞ്ഞാൽ ആൻറ്റിയുടെ സ്വന്തം മാലയൊക്കെ ഒരു തന്നു വിട്ടിട്ടുണ്ട് എനിക്ക്. അങ്കിളും ആൻറ്റിയും ഒരു സ്പോൺസറിനെ മാതിരി ഒന്നും അല്ല, ശരിക്കും അങ്കിളിന്റെ ഒരു മൂത്ത കുട്ടി മോളെ പോലെയാണ് എന്നെ കണ്ടിട്ടുള്ളത്. എന്ത് വേണമെങ്കിലും വാങ്ങിച്ചോളാം. ജയലക്ഷ്മിന്നായിരുന്നു അങ്കിൾ എൻ്റെ അടുത്ത് പറഞ്ഞു, നീ പോയിട്ട് ഇനിയിപ്പോ നിനക്ക് ഏതെങ്കിലും ഡ്രസ്സ് വെറുതെ കണ്ട് ഇഷ്ടപ്പെട്ട അതും വാങ്ങിച്ചു എന്ന് പറയും. എന്നിട്ട് എനിക്ക് ഫസ്റ്റ് സമയം വാങ്ങിച്ചു കഴിഞ്ഞിട്ട് എനിക്ക് ഓർമ്മയുണ്ട്, അങ്കിള് കാറിൽ പുറത്ത് വെയിറ്റ് ചെയ്യാണ്. ഞാൻ ഡ്രസ്സൊക്കെ വാങ്ങിച്ച് ഇറങ്ങാൻ നേരത്തെ അങ്കിള് കാറിലോട്ട് വിളിച്ചിട്ട് എനിക്ക് കുറച്ച് പൈസ വേറെയും തന്നിട്ട് ചെരുപ്പ് വാങ്ങാൻ പറഞ്ഞു. നീ നല്ലൊരു ചെരുപ്പ് വാങ്ങ. അപ്പൊ അവിടെ മക്കളാണെങ്കിലും ഞങ്ങളെ രണ്ടുപേർക്കും അങ്ങനെ ഒരു സ്ഥാനമുണ്ട് അങ്കിളിന്റെ വീട്ടില്.